ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണെങ്കിലും ഒരു ചെറിയ ചിന്ത മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്ര ഫ്രീ അല്ല മനസ്സെപ്പോഴും. എന്നാലും ദൈവം ഇടപെടുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. സങ്കടപ്പെട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഈ പറയുന്നത് ആരെയും എന്നെ പറഞ്ഞ് സങ്കടപ്പെടുത്താൻ വേണ്ടിയുമല്ല പറയുന്നത്. അതുകൊണ്ട് ആമേൻ, നമ്മൾ എല്ലാം പറയുമ്പോൾ നമ്മൾ നന്മയില്ലാതെ ഒന്നും ദൈവം ചെയ്യത്തില്ലെന്ന് ഉറപ്പായിട്ട് വിളിച്ച് പറയുന്ന ഇന്ന് പകലും നമ്മളത് പാടി, നന്മയില്ലാതെ ഒന്നും ദൈവം ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിലപ്പം ചില നന്മകൾ എന്താണെന്ന് മനസ്സിലായെന്നിരിക്കില്ല. കാലം അത് തെളിയിക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെ സമയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആമീൻ. ദൈവം എന്താ അത് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലായെന്നിരിക്കില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. ദൈവവചനത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോകുകയാണ്. 1 Peter chapter 5 verse 5 and 6. 1 പത്രോസ് 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ അവൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. ഈ വാക്യങ്ങളിൽ നിന്ന് ആമേൻ പല കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പകൽക്കാലം അതിനകത്തൊരു വാക്ക് മാത്രമാണ് എൻ്റെ മനസ്സിൽ അല്പം സംസാരിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, ദൈവത്തിൻ്റെ സമയം ഒരിക്കലും തെറ്റില്ല. തക്ക സമയം, ദ റൈറ്റ് ടൈം. വണ്ടി ഓടിച്ചു പോകുന്ന ഒരാൾക്ക് അറിയാം, വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആമീൻ എപ്പോൾ ബ്രേക്ക് ചെയ്യണമെന്ന് അവർക്കറിയാം. എന്ന് പറഞ്ഞാൽ മുന്നിലൊരു ഒരു പൂച്ചയാടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം, ഒരു തടസ്സം കാണുമ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് അറിയാതെ അവരുടെ കാല് ബ്രേക്കിൽ അമർന്നിരിക്കും. അത് ആ റൈറ്റ് ടൈമിൽ അവർ നിർത്തിയിരിക്കും. നിർത്തിയില്ലെങ്കിൽ, തക്ക സമയത്ത് നിർത്തിയില്ലെങ്കിൽ, ആമേൻ, ഞാൻ ആ വചനത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കൊന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ അത് എടുത്ത് പറയുന്നത്. ഒരു കാര്യത്തിനകത്ത് എടുക്കേണ്ട ആക്ഷൻ തക്ക സമയത്ത് വന്നില്ലെങ്കിൽ ആമേൻ അതിന് ഭവിഷ്യത്ത് ഭയങ്കര വലുതായിരിക്കും. അത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളങ്ങനെ പറയുമെങ്കിലും ഇവിടെ ദൈവത്തിൻ്റെ പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുകയാണ്, ദൈവം ചെയ്യുന്നതെല്ലാം അവൻ്റെ പ്രോപ്പർ ടൈമിങ് വെച്ചാണ് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്താ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും ആ സമയം തെറ്റത്തില്ല. ഒരു കഥദാസൻ ഒരിക്കലും ഇങ്ങനെ പറയുന്ന കേട്ടു, സ്വർഗത്തിൽ എനിക്ക് വേറെ പണിയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ദിവസം നേരത്തെ ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞ് ദൈവം എങ്ങും വരാറില്ല. പ്രൈസ് ദി ലോർഡ്. തിരക്കായിപ്പോയി, അതുകൊണ്ട് ഞാൻ ഇന്നലെ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അടുത്തൊരു ദിവസവും ഹലോ ആകത്തില്ല. അവൻ വരുന്നത് അതിൻ്റെ കറക്റ്റ് ടൈമിൽ വരും, അല്ലെങ്കിൽ ചെയ്യേണ്ട ആക്ഷൻ അതിൻ്റെ കറക്റ്റ് ടൈമില്ല. അപ്പൊ ആ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നിന്നെ ഉയർത്തേണ്ടത് എപ്പോഴാന്ന് ആർക്കറിയാം. ആമേൻ. ഉയർച്ച വന്നില്ലല്ലോ എന്ന് പറഞ്ഞ്, ഉയർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ.
ആമേൻ. തക്ക സമയത്ത് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരാളെ ഉയർത്തുകയാണെങ്കിൽ, മനുഷ്യനെ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എപ്പോഴാ താഴെ ഇടുന്നതെന്ന് താഴെ ഇടുന്നതെന്ന് അറിയത്തില്ല. മനുഷ്യന്റെ എന്തോ മനുഷ്യനൊക്കെ പൊക്കുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ദൈവം ഒരാളെ ഉയർത്തുക എന്ന് ചിന്തിച്ചാൽ അതതിന്റെ സമയത്ത് ദൈവം ചെയ്യും, അതിന്റെ സമയത്ത് ചെയ്യും. ഇവിടെ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോ വ്യക്തമായിട്ട് പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ അറിയാം, ദൈവത്തോട് കൂടെ നടന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട് കൂടെ നടന്ന സമയത്തൊന്നും പത്രോസിന് ഒരു മാറ്റവും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സാധാരണ മനുഷ്യനായിട്ട് യേശുവിന്റെ കൂടെ നടക്കുകയായിരുന്നു. പല സമയങ്ങളിലും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ടു, ഒത്തിരി കാര്യങ്ങളൊക്കെ യേശുവിൽ കൂടെ ഉള്ളത് മനസ്സിലാക്കി ഒക്കെ കൂടെ നടന്നെങ്കിലും യേശു ഇവിടുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, മേളിൽ നിന്നൊരു ശക്തി വരും, നിങ്ങളെ അതാള് മാറ്റുന്ന പോലെയാകും, നിങ്ങൾക്ക് വേണ്ടത് അവിടുന്ന് കിട്ടും. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഇരുന്ന പത്രോസ് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാള് വന്നപ്പോ മാളിക മുറിയിലേക്ക് ദൈവശക്തി ഇറങ്ങി വന്നപ്പോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പത്രോസ് എന്ന് പറയുന്ന ആൾ എഴുന്നേറ്റ് നിന്നപ്പോ, ഇന്നലെ വരെ ഒരു ബാല്യക്കാര്യത്തിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് ആ ജനത്തിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ആമേൻ. പത്രോസിനെ ഉയർത്തേണ്ടത് എപ്പോഴാന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയായിരുന്നു. ചുമ്മാതെ ഉയർത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. അവനെ നിലനിർത്താൻ കഴിയുന്ന ആത്മശക്തിയുടെ വ്യാപാരം കൂടെ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവനെ ഉയർത്തിയിട്ട് കാര്യമുള്ളൂ. എന്ന് പറയാൻ ഞാനൊരു കാര്യം പറയാം. ഈ വാക്ക് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും പല കാര്യങ്ങളും കൈ ലഭിച്ചില്ല എന്നും പലതിനകത്തും നന്മ ലഭിച്ചില്ലെന്നും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് നിന്നെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് ദൈവത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, നിന്റെ മേൽ ആത്മശക്തി വ്യാപരിക്കണം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാ ഇന്ന് പകൽ ഹല്ലേലൂയ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാൻ അതിനകത്ത് അത് സംഭവിച്ചിട്ട് അവിടെ കൊണ്ട് അവസാനിക്കാനല്ല, അവിടെ നിലനിർത്താൻ, നിന്നെ ഉയർത്താൻ, നിന്നെ ആക്കാൻ ഒക്കെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവകൃപ വ്യാപരിപ്പാനിടയാകട്ടെ. പ്രൈസ് ഗോഡ്. തക്ക സമയത്ത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാം. 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ കാര്യപരിപാടി ദൈവം ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട് യോഹന്നാനെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്താക്കി വെച്ച് നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു മറുപടി ഇല്ലാതെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും താത്തുവെച്ച്, എന്നാൽ ദൈവത്തെ സേവിക്കുന്നതിനകത്തൊരു വ്യത്യാസം കാണിച്ചിട്ടില്ല. നറുക്ക് വീണപ്പോ അകത്തളത്തിൽ പോയി ധൂമം കാണിക്കാൻ വേണ്ടി അവൻ തയ്യാറായി, ആ കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനായി അകത്തളത്തിൽ ചെന്നപ്പോ അവിടെ ഗബ്രിയേൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിങ്ങനൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ ഇങ്ങനെ വന്നപ്പോ എന്നോട് ആത്മാവ് പറയുകയാണ്, പ്രതീക്ഷിക്കാത്ത ചില മറുപടികളുമായിട്ട് ആത്മാവ് വരുമെന്ന്. ചിലരുടെ ജീവിതത്തിലേക്ക് ദൂതൻ ഇറങ്ങുന്നത് പോലെ ഇതുവരെ കാണാത്ത ചില മണ്ഡലങ്ങളിൽ നിന്ന് ഇന്നലകൾ ചിലപ്പോൾ നീ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ ഇന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ നിന്റെ മേൽ ചലിക്കുമെന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതലുമായി ഇന്ന് പകൽ സ്വർഗം നിന്നെ തേടി വരുന്നു എന്ന് ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. അത്ഭുതകരമായ ചിലത് നിന്റെ മേൽ വെളിപ്പെടുവാനിടയാകും.
ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും അവൻ അത് പ്രതീക്ഷിച്ചേയില്ല. സാധാരണ അവൻ ആ അകത്തളത്തിൽ പോയി ചെയ്യാനുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കടന്നുപോയവന് തേടി മേലിൽ നിന്ന് ഗബ്രിയേൽ വരികയാ. ഇന്ന് പകൽ ഹല്ലേലൂയ സാധാരണ പോലെ ആയിരിക്കുന്ന ഇന്ന് പകൽ ഇവിടെ വന്നത്. എല്ലാ ആഴ്ചയും പോകുന്നത് പോലെ ഈ ആഴ്ചയും വന്നിരിക്കാം. പക്ഷെ ഇന്ന് വന്നിട്ട് നീ മടങ്ങുമ്പോ ആത്മാവിൽ ഒരു കാര്യം എനിക്ക് വിളിച്ചു പറയാനുണ്ട്. നീ ഒരു ദർശനം കണ്ടേ പോകത്തുള്ളൂ. നിന്നോട് ഇടപെടുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകൽ കേട്ടേ പോകത്തുള്ളൂ. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവകൃപ ചലിക്കുവാൻ ഇടയാകട്ടെ. ഒരു ദൈവപ്രവർത്തന ദിവസമാകട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകൽ ചിലത് കൈമാറുവാനിടയാകട്ടെ. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഈ പകൽ അത് ഏൽപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ആത്മാ വളരെ ശക്തമായി ഇടപെടുന്ന പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത ഒന്ന് നിനക്ക് വരുമെന്ന്, പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി നിനക്ക് വരുമെന്ന്. ഇന്ന് ചോദിച്ചിരിക്കാം, ഇല്ലോ ചോദിച്ചോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു മറുപടി ഇന്ന് പകൽ ഈ ചർച്ചിന് വേണ്ടി ഞാൻ പറയുകയാ. പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആർക്കത് സ്വീകരിക്കാൻ കഴിയും? ഇന്ന് പകൽ സ്വീകരിച്ചോ. പ്രതീക്ഷിക്കാത്തൊരു മറുപടി ഇന്ന് പകൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് ആത്മാവിൽ വിളിച്ചു പറയുമ്പോ ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ. പ്രതീക്ഷിക്കാത്തൊരു മറുപടി. ഹല്ലേലൂയ. സെക്കറിയാവിനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹല്ലേലൂയ നിനക്കൊരു പൈതലിനെ ലഭിക്കാൻ പോകുകയാണ്. സെക്കറിയാവിനെ സംബന്ധിച്ചോളം സാധ്യതകളെല്ലാം മങ്ങിയിരിക്കുന്നു, പ്രായം ചെന്നു. ഒരു സാധ്യത ഇല്ലെന്നൊക്കെ മനസ്സ് ചിന്തിച്ചിരിക്കുമ്പോഴും ദൈവത്തിന്റെ ആലോചന വരികയാ. സാധ്യതകൾ അല്ലടാ എന്റെ പദ്ധതിയാ വലുത്. ഇന്ന് പകൽ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും. നമ്മളാരും പറയുന്നതോ നമ്മുടെ സാധ്യതകളോ അല്ല ദൈവത്തിന്റെ കാര്യം. ദൈവത്തിന്റെ പദ്ധതിയാ വലുത്. അത് നിന്നിലൂടെ ചെയ്യാൻ ദൈവം ഉദ്ദേശിച്ചത് എന്തായാലും അതിനെ തടയാൻ നിന്റെ ശരീരമോ അല്ല ദേശമോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, അതിനെ തടയാൻ ആർക്കും കഴിയില്ല. കാരണം അത് ദൈവിക പദ്ധതി. അത് നിന്നിലൂടെ വെളിപ്പെടാൻ കാലങ്ങൾക്ക് മുമ്പേ ദൈവം ചെയ്ത പദ്ധതിയാ. ഇന്ന് പകൽ എത്ര പേർക്ക് അതിന് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? നിന്നിലൂടെ വെളിപ്പെടേണ്ടത് വെളിപ്പെടുവാൻ നിന്നിലൂടെ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യാൻ ഇന്ന് പകൽ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോ സ്വീകരിക്കാൻ തയ്യാറായിക്കോ. Hallelujah. Amen. Praise the Lord. Hallelujah. ദൈവം വലിയ കാര്യമായിട്ടാ ദൂതനെ അയക്കുന്നേ. കാരണം ഇത്രയും നാള് ദൈവസന്നിധിയിൽ നിന്ന് ഈ പുരുഷന്റെ അടുത്ത് ദൂതൻ ചെന്ന് ദൂത് പറയുമ്പോ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കും. ഇവൻ ഭയപരവശനായി എന്നാ പറയുന്നത്, പേടിച്ചു പോയി. ആമേൻ. ദൂതൻ പറയുന്ന പേടിക്കണ്ട, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ദൂതന്മാര് നേരെ ഇറങ്ങി വരിക. ഇവിടെ ഇപ്പോ ദൂതനൊന്നും അല്ല, കർത്താവ് നേരിട്ട് ഇറങ്ങി വരുന്നേ. 2-3 പേർ കൂടുന്നതിന്റെ നടുവിൽ അവൻ ഉണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെയാണ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഈ പകൽക്കാലം അവനുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആരും കേട്ടില്ലേ പോലും കേൾക്കുന്ന ഒരുവനുണ്ട് മുമ്പിൽ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിന് നിറവിലായി ഇന്ന് പകൽ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ദൈവത്തിന് ഇന്ന് പകൽ ചിലത് ചെയ്യാനുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽ വെളിപ്പെടുവാനിടയാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംശയത്തിന് മറുപടിയായിട്ട് ആമേൻ പറയുന്ന വാക്കാണ്, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള ഈ വാക്ക് നീ വിശ്വസിക്കാതെ ഇരുന്നത് കൊണ്ട് അത് സംഭവിക്കുന്ന നാൾ വരെ ആമേൻ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന ഉത്തരം പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംസാരിക്കാൻ കഴിയാതിരുന്ന കാര്യം അതിലേക്കൊന്നുമല്ല നമ്മൾ പോകുന്നത്. ഒറ്റ കാര്യത്തിൽ മാത്രം തൊട്ട് അവിടെ നമ്മൾ മാറുകയാണ്. തക്ക സമയത്ത് നിവർത്തി വരുന്ന ഒരു കാര്യം. ഇത്തിരി കാലം ചോദിച്ചിട്ടും നിവർത്തി ആയില്ല എന്ന് പറയുമ്പോഴും ഇന്ന് പകൽ എനിക്കൊരു കാര്യം പറയാം. നിവർത്തിയാകുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ സമയത്ത്, അതിന്റെ തക്ക സമയത്ത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ആരോ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ ദൈവം ഇതുവരെ ഇടപെട്ടില്ല, എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല, എൻ്റെ സമയം താമസിച്ചു പോകുന്നോ എന്ന് മനസ്സുകൊണ്ട് ഭാരപ്പെടുന്ന ഒരാളോട് ദൂത് പറഞ്ഞേക്കാൻ ആത്മാവിനോട് പറയുന്നു, സമയം താമസിച്ചു പോയിട്ടില്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്നിലൂടെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാ അല്പതാമസം ഉണ്ടായത്. ആ പദ്ധതി നിന്നിലൂടെ വെളിപ്പെടാനാ ദൈവം അല്പസാവകാശം എടുത്തത്. ആ അല്പസാവകാശം എടുത്തത് കൊണ്ട് നിന്നെ കൈവിട്ടതല്ല ദൈവം. നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവത്തിന് ഹല്ലേലൂയ അവന്റെ പദ്ധതിയിലുണ്ട്. അവന്റെ ഓർമ്മയിൽ അതുണ്ട്. അവന്റെ ചിന്തയിൽ അതുണ്ട്. നിന്നെ വിട്ടേച്ചല്ലെന്റെ ദൈവം നിന്നെ മറന്നിട്ടില്ലെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം മറന്നിട്ടില്ല. നിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോ, മറ്റു പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചു, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി കിട്ടിയില്ല എന്ന് നീ ചിന്തിക്കുമ്പോ, ഇന്ന് പകൽ നിന്നോട് ആത്മാവ് ഇടപെടുകയാ. സമയം ദൈവത്തിന് തെറ്റിയിട്ടില്ല. സമയത്തിന്റെ ഹല്ലേലൂയ തെറ്റല്ല സംഭവിച്ചിരിക്കുന്നത്. നിന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് വലുതായതുകൊണ്ട് സാധാരണക്കാരിയല്ല. ഒരു സാധാരണ കുടുംബത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് പോലെയല്ല. യഹൂദയിൽ പല കുടുംബങ്ങൾ ഉണ്ടായിരുന്നിട്ടും, ഇസ്രായേലിൽ നിറഞ്ഞ പല കുടുംബങ്ങൾ ഉണ്ടായിട്ടും, യോഹന്നാന് പിറക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് സെക്കറിയാവിന്റെ കുടുംബമായതുകൊണ്ട്, ആ പൗരോഹിത്യ കുടുംബത്തിനകത്ത് അത് ജനിക്കേണ്ടതായതുകൊണ്ട്, ആ കുടുംബത്തെ ദൈവം പണ്ടേ തെരഞ്ഞെടുത്തത് കൊണ്ട്, ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം കണ്ടുവച്ചിരിക്കുന്നത്, ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അത് നിന്നെയാണെങ്കിൽ, നിന്നിലൂടെ അത് വെളിപ്പെടേണ്ടതെങ്കിൽ, ദൈവത്തിന്റെ സമയത്തെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സമയത്തെ അത് വെളിപ്പെടത്തുള്ളൂ. ദൈവത്തിന്റെ സമയത്തെ നിന്നോട് ഇടപെടത്തുള്ളൂ. എന്നോട് ഇതുവരെ ഒരു വാക്കും പറഞ്ഞില്ലല്ലോ എന്നാ നീ പറയുന്നതെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് പറയുക, നിന്നോട് ദൈവം ഇടപെടാനുള്ള സമയമായി. നിന്നോട് ദൈവം ഇടപെട്ടു തുടങ്ങി. ദൈവത്തിന്റെ കാര്യപരിപാടി വെളിപ്പെടാൻ സമയമായി. നിന്റെ ഇന്നലകളെ വിട്ടേച്ച് ഇന്ന് പകൽ ധൈര്യത്തോടെ ഇരിക്കാൻ ആത്മാവിനോട് ഇടപെടുകയാ. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഒരിക്കലും സമയം തെറ്റാത്ത ഒരാളുണ്ടെങ്കിൽ എന്റെ ദൈവമുള്ളൂ. ഒരിക്കലും സമയം തെറ്റില്ലവന്, ഒരിക്കലും തെറ്റില്ല. ഇന്ന് പകൽ പരാതി കൊണ്ട് നീ ഇരിക്കണ്ട. നിന്നെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് കാലതാമസം അല്പം വന്നു എന്ന് പറഞ്ഞാലും ഇന്ന് പകൽ നീ വിശ്വസിച്ചോണം. ഈ ദൂത് ഇവിടെ വെളിപ്പെടുമ്പോ, ഈ ദൂത് ഞാൻ ഇവിടെ വിളിച്ചു പറയുമ്പോ, ഇതൊന്നും ഞാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പോലുമല്ല, പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുമല്ല. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം എന്ത് പറയണത് പോലും അറിയാതെ നിന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. പക്ഷെ എന്നോട് ആത്മാവ് ഇടപെടുന്നത് കൊണ്ട് പറയുക, ഇന്ന് പകൽ ഹല്ലേലൂയ നേരത്തെ എന്നോട് പോലും ഇടപെടാതെ ഇപ്പോ ദൈവം ഇടപെടുന്നതിന്റെ കാരണം, ഇതിനകത്തിരിക്കുന്ന ആ വ്യക്തിത്വത്തിന് കൊടുക്കാനുള്ള ഒരു ദൈവിക ദൂതുണ്ട്. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അത് പുറത്തു വരാൻ സമയമായി. സമയമായി ദൈവിക ഹല്ലേലൂയ ഇടപെടൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോ, ഇവിടെ തൊട്ട് ആരംഭിക്കുക. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഡോറ് തുറക്കുകയാ. അടഞ്ഞു കിടക്കുന്ന ഡോർ ഇന്ന് മുതൽ തുറക്കുകയാ. അതിന്റെ ഓപ്പണിംഗിലേക്ക് വരിക.
Oh Jesus, hallelujah, hallelujah, hallelujah. ഒത്തിരി ദൂത് കേട്ടിട്ടുണ്ടായിരിക്കാം സെക്കറിയാവ്, ഒരുപാട് ദൂത് കേട്ടിട്ടുണ്ടായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഒരുപാട് പേരോട് ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവാം. ആമേൻ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവനാ. ഇന്നും അവനെ ഹല്ലേലൂയ ധൂപം കാണിക്കുന്നതിനകത്തൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്നും അവനെ നിർത്തിയിട്ടുണ്ട് അവിടെ. ആമേൻ. സെക്കറിയാവേ, ഹല്ലേലൂയ, ഈ പ്രശ്നത്തിനകത്ത് നീ നിൽക്കുമ്പോ നിനക്കെങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും? അവൻ പറയും എനിക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. കാരണം ഞാൻ ജീവനുള്ള എന്റെ ദൈവത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട നിൽക്കുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ദൈവം ഇടപെടും. പക്ഷെ ഈ കാര്യങ്ങൾക്കകത്തൊക്കെ സമയം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കുമായിരുന്നു. അതുകൊണ്ട് അവൻ ആ പ്രാർത്ഥനാ വിഷയം പോലും മറന്നുപോയതുപോലെയായി. ആ പ്രാർത്ഥനാ വിഷയം പോലും മറന്നുപോയ പോലെയായി. അതുകൊണ്ടാ പറഞ്ഞേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ എന്ന് പറയുമ്പോ ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കൊരു കാര്യം തന്റെ ഇടത്തോടെ പറയാം. ഞാൻ ഈ പറഞ്ഞ ദൂത് ആ വ്യക്തിത്വമാരായാലും ആ ആളിന്റെ മേലെ ദൂത് വന്ന് സ്പർശിച്ചത് ആൾ തിരിച്ചറിഞ്ഞെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയോ, നിന്റെ മുമ്പിൽ ഡോറ് തുറന്നു വരികയാ, ഡോറ് തുറന്നു വരികയാ, ഡോറ് തുറന്നു വരികയാ. ഇതൊരു അത്ഭുതകരമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള പരിപാടിയാ. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുകയാ, പ്രതീക്ഷിച്ചതല്ല അതിനപ്പുറത്തേത് വെളിപ്പെടാൻ പോകുകയാണ്. നീ ഇന്ന് വരെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ചിലത് വെളിപ്പെടാൻ പോകുകയാ. നീ ചോദിച്ചത് പലതും ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് വെളിപ്പെടുന്ന നീ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ളതൊന്നാ. സാധ്യതകൾ മങ്ങി നിൽക്കുമ്പോ വെളിപ്പെടുന്ന ഒന്നാ. പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് വെളിപ്പെടുന്നതാ. ഇന്ന് മുതൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. Praise God. Hallelujah. Hallelujah. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, തക്ക സമയത്ത് നിവർത്തി വന്നിരിക്കും. തക്ക സമയത്ത്. Praise God. Hallelujah. Praise to Jesus. ദൈവത്തിന് ഒരു ദിവസവും സമയം തെറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഹല്ലേലൂയ. വേഗത്തിലൊന്നിന്റെ കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾ വചനം എടുക്കാൻ വേണ്ടി വാക്യം എടുക്കാൻ വേണ്ടി പോകണ്ട. നമുക്കറിയാവുന്ന ഒരു കാര്യ. ഒരപ്പനും മകനും കൂടെ മോറിയ മലയിലേക്ക് പോകുകയാ. അവരുടെ മുമ്പിൽ ഒരു യാഗമുണ്ട്. ദൈവം പറഞ്ഞൊരു കാര്യ, നിന്റെ ഏകജാതനായ മകനെ യാഗം ചെയ്തിരുന്ന പറഞ്ഞു കേട്ടതനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ പോകുകയാ. ആമേൻ. ഹല്ലേലൂയ. ആ മലയുടെ മുകളിൽ കയറി വിറകടുക്കി, യാഗപീഠം ആദ്യം പണിത് വിറകടുക്കി എല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ മകനോട് പറഞ്ഞു, നിന്നെയാണ് യാഗം കഴിക്കാനുള്ളത്, നിന്നെയാണ് യാഗം കഴിക്കാൻ. ആമേൻ. അവനെ പിടിച്ച് യാഗപീഠത്തിൽ കിടത്തി അവന്റെ കൈകാലുകൾ ബന്ധിച്ചു. ഒരപ്പൻ സ്വന്തം മകനെ യാഗപീഠത്തിൽ കിടത്തിയിട്ട് കൈകാലുകൾ ബന്ധിച്ചതിന് ശേഷം കൈനീട്ടി അവൻ കത്തിയെടുത്തു. ഇങ്ങനെയാ വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ കത്തിയെടുത്തു. അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ ആമേൻ കൈ പൊങ്ങും താഴുമ്പോ ഈ പൈതൽ അവിടെ കൊണ്ട് തീരുകയാ. ദൈവത്തിന് യാഗം കഴിക്കുകയാ എന്നാണ് ആമേൻ അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും അവിടെ സ്വന്തം പൈതൽ തീരുകയാ. ഹല്ലേലൂയ. ഞാൻ ഇസഹാക്കിനോട് ചോദിക്കും, ഇസഹാക്കെ നീ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? അവൻ പറയും കേട്ടിട്ടുണ്ട്. എപ്പോ?
കത്തിക്കും കഴുത്തിനുമിടയിൽ ഒരു കൈ അകലം നിൽക്കുമ്പോ, മനസ്സിലായോ? കത്തിക്കും കഴുത്തിനുമിടയിൽ അപ്പന്റെ ഒരു കൈ അകലമേ ഉള്ളൂ. ദൈവത്തിന് ഒന്നും തെറ്റുപറ്റിയില്ല. കത്തി എടുത്തപ്പോഴത്തേക്ക് അബ്രഹാമിനെ വിളിച്ചു കഴിഞ്ഞു. ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വിളി കേട്ടില്ലല്ലോ. നമ്മൾ ചിന്തിക്കില്ലേ, ഒരു മിനിറ്റ് കൂടെ നേരത്തെ വിളിച്ച് വിവരം പറഞ്ഞേക്കാം, നമ്മളങ്ങനല്ലേ? ദൈവത്തിന് ഇവൻ കത്തി എടുക്കണം, കയ്യിൽ കത്തി എടുക്കണം. അതുവരെ ദൈവം മിണ്ടത്തില്ല. അടുത്ത ദൈവം അബ്രഹാമിനോട് ഇടപെടുന്ന ഒരു കാര്യം, നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കായ കൊണ്ട് നീ എന്നെ ഭയപ്പെടുത്തുമെന്ന് ഞാൻ അറിയുന്നു, നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരിക്കലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ, അല്ലെ ഒരു സെക്കൻഡൂടെ മാറിയിരുന്നെങ്കിൽ, ആ യാഗപീഠത്തിൽ 2 കഷങ്ങളായി കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ എത്രയോ വട്ടം, നിങ്ങളൊന്നും യാഗപീഠത്തിൽ കയറിയിട്ടില്ലെന്ന് എനിക്കറിയാം, യാഗപീഠമല്ല ഞാൻ പറയുന്നത്, എത്രയോ വട്ടം ചിലരൊക്കെ പറയുന്നത് കേട്ടോണ്ട്, എന്റെ പാസ്റ്റർ 1 സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്റെ വണ്ടി തീർന്നു പോയതിന്. 1 സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതൊക്കെ ആ കറക്റ്റ് മൊമെന്റിലാണ്. കറക്റ്റ് മൊമെന്റ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു കാര്യം ഉറപ്പാ, എന്റെ ദൈവത്തിന്റെ ഇടപെടൽ വളരെ കറക്റ്റായിട്ട് ആ സമയത്ത് നടക്കുന്നത് കൊണ്ടാണ് നീയും ഞാനും ഇന്നും ഇവിടെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഇരിക്കുന്നത്. ദൈവത്തിനൊരു മഹത്വം അർപ്പിക്കാമോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഒരു വിഷയം എഴുതിയിട്ടുണ്ട്. ആമേൻ. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി ഹേരോദാവ് കൈനീട്ടി യാക്കോബിനെ അവന് വാളുകൊണ്ട് കൊന്നു. ആമീൻ. പത്രോസിനെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസ്, ആമീൻ, പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം, ആമീൻ, ജനത്തിന്റെ മുൻപാകെ നിർത്താൻ വേണ്ടി പദ്ധതിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ആമീൻ, തടവിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ജനത്തിന് മുൻപാകെ നിർത്താൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം, ആമേൻ, 2 പടയാളികളുടെ നടുവിൽ, ആമീൻ, 2 ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അടുത്ത് വിലാപ്പുറത്ത് തട്ടുകയാ ദൂതൻ. സമയായി, നാളെ നേരം വെളുത്തു പോയെങ്കിൽ നിന്റെ തല കാണത്തില്ല, പക്ഷെ ഇപ്പൊ നീ എഴുന്നേറ്റേ പറ്റൂ. സംഭവിക്കുന്നത് ശരിയോ സ്വപ്നമാണോ എന്ന് പോലും പത്രോസ് സംശയിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് ഒരിക്കലും സമയം തെറ്റില്ല. പത്രോസ് നാളുകളിൽ ഇവിടെ ആവശ്യമുള്ള ആളാണ്. പത്രോസ്, ആമീൻ, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട വ്യക്തിയാണ്. തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമീൻ, ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി എത്ര സൂക്ഷിച്ച് കാരാഗ്രഹം കാത്താലും, ആമേൻ, എന്തെല്ലാം ബന്ധനത്തിലാക്കി നിന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചാലും,
ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ സമയത്ത് ബന്ധനങ്ങളെ പൊട്ടിച്ചു നീ പുറത്തു വന്നിരിക്കും. നിന്നെ ബന്ധിക്കാൻ ഒരു കാരാഗ്രഹ പ്രമാണിക്കും കഴിയത്തില്ല. നിന്നെ ബന്ധിക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, ആമീൻ, ഹല്ലേലൂയ, ദേശത്ത് വെളിപ്പെടാൻ ദൈവം ഉദ്ദേശിച്ച പദ്ധതി, ആമീൻ, അത് നിന്നിലൂടെ വെളിപ്പെട്ട് വന്നിരിക്കും. പത്രോസേ, ആമീൻ, ഹല്ലേലൂയ, ബന്ധനത്തിലായി എന്ന് പറയുമ്പോ ആമീൻ അയ്യോ എന്ന് വെക്കണ്ട. കണ്ണടച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. പക്ഷെ നിനക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആമീൻ, ദൈവത്തിന്റെ സമയമാകുമ്പോ ആമീൻ ആ സമയത്ത് തന്നെ നിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് ഇന്ന് ആമീൻ ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ ആ വചനത്തെ ഉദ്ധരിച്ച് ഞാൻ എടുത്തു പറയുകയാണ്. ആമീൻ ഹല്ലേലൂയ, ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ ഭാവിച്ചതിന്റെ തലേ ദിവസം ആമീൻ ഹല്ലേലൂയ രാത്രിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. ആമീൻ, ദൂതൻ ഇറങ്ങി. ആമീൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പലവട്ടം ഈ ഭാഗം സംസാരിച്ചിട്ടുള്ളതായത് കൊണ്ട് ആമീൻ പെട്ടെന്ന് ഞാൻ അവിടെ വിടുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമീൻ, പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നതിനെ കുറിച്ച് ഒരുപാട് വട്ടം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യവും ഹല്ലേലൂയ വ്യത്യസ്ത തലത്തിലുള്ള കാര്യങ്ങളായിരിക്കും ദൈവം ഇടപെടുന്നത്. ഇവിടെ ആമീൻ ഹല്ലേലൂയ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോ ആമീൻ ദൈവം ഇടപെട്ടു. കാരാഗൃഹത്തിന്റെ പ്രമാണി പോലും ആമീൻ ഹല്ലേലൂയ അതിശയിക്കുമാറ് ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ആമീൻ, ആ രാത്രി ആമീൻ ഹല്ലേലൂയ ദൂതൻ പറഞ്ഞു, ആമീൻ ഹല്ലേലൂയ, ആമീൻ അര കെട്ടിക്കോ, ചെരുപ്പിട്ടു, എന്റെ കൂടെ പോരെ. ആമീൻ ഹല്ലേലൂയ. അതുപോലെ തന്നെ അരകെട്ടി, ആമീൻ ചെരുപ്പിട്ടു, ദൂതന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഒന്നാം കാവൽ കഴിഞ്ഞു. ആമീൻ, രണ്ടാം കാവൽ കഴിഞ്ഞു. ആമീൻ ഹല്ലേലൂയ. അടുത്ത് പറയുന്ന എന്നറിയാം, പട്ടണത്തിലേക്കുള്ള വാതിൽ അവന്റെ മുമ്പിൽ സ്വതവേ തുറന്നു. എപ്പോഴായി തുറന്നേന്നറിയാമോ? പിശാച് അവനെ കുറിച്ച് പദ്ധതി ഇട്ടതിന്റെ തലേ ദിവസം രാത്രി. പിശാച് അവനെ കുറിച്ച് തകർക്കാൻ വേണ്ടി പദ്ധതി ഇട്ടതിന്റെ തലേ ദിവസം രാത്രി. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും ഞാനും അറിയുന്നതിന് മുമ്പേ നമ്മെ കുറിച്ച് ആമീൻ ഇരുട്ടിന്റെ ശക്തികൾ എന്തെങ്കിലും പദ്ധതി ഇട്ടാൽ സ്വർഗം എന്നറിഞ്ഞിരിക്കും. ആമീൻ ഹല്ലേലൂയ. നിന്നെ അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്നവനല്ല എന്റെ ദൈവം. തകർന്നു പോകാൻ നിന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ലെന്നേ. ആമീൻ, പട്ടണത്തിലേക്കുള്ള വാതിൽ സ്വതവേ തുറന്നുവെങ്കിൽ ഇന്ന് പകൽ ആമീൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ചില വ്യക്തികളുടെ മുൻപാകെ ഈ പട്ടണത്തിലേക്കുള്ള വാതിൽ, ഈ പട്ടണത്തിലേക്ക് ആമീനുള്ള വാതിൽ സ്വതവേ തുറക്കാനിടയാകട്ടെ. ആമീൻ, മാനുഷിക കരങ്ങൾ കൊണ്ട് തുറക്കുകയല്ല. ആമീൻ ഹല്ലേലൂയ. ദൂതൻ അവർക്ക് വേണ്ടി ഇറങ്ങുമ്പോ ആമീൻ അവർക്ക് വേണ്ടി വെളിപ്പെടേണ്ട ചില വാതിലുകൾ തുറക്കപ്പെടുവാൻ പട്ടണത്തിലേക്ക് ആമീൻ ആമീൻ ഹല്ലേലൂയ ആമീൻ ഇറങ്ങത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ. ആമേൻ ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പായിട്ട് ദൂതനകത്തുനിന്ന് ഇന്ന് പകൽ വിശ്വസിക്കാനുള്ളത്, എന്റെ ദൈവത്തിന് ഒരിക്കലും സമയം തെറ്റില്ലെന്നാണ്. ഒരിക്കലും സമയം തെറ്റില്ല, ഒരു കാര്യത്തിലും തെറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് അതിന്റെ അപ്പോയിന്റഡ് ടൈമിലാണ് നടക്കുന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി ആമീൻ എന്നെ കുറിച്ചുള്ളത് വെളിപ്പെട്ടിരിക്കും. ദൈവം ചിലത് അത്ഭുതകരമായി ചെയ്യാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് ഉറയ്ക്കണം ഇന്ന് പകൽ. അവൻ എൻ്റെ ദൈവത്തിന്റെ സമയം തെറ്റുന്ന ദൈവമല്ല. എൻ്റെ ദൈവത്തിന് സമയത്തിന്റെ ആമീൻ ഹല്ലേലൂയ പരിമിതികളൊന്നുമില്ല. അവൻ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ ആമീൻ അബദ്ധങ്ങൾ സംഭവിക്കത്തില്ല. ആമീൻ ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ആ വഴി തുറക്കത്തില്ലെന്ന്. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ആമീൻ ഇനി ഒരു മറുപടി ഇല്ലെന്ന്. പക്ഷേ നിനക്ക് വേണ്ടി ആ മറുപടി വെളിപ്പെടുന്ന ദൈവം ഇടപെടുന്ന ദൈവത്തിന്റെ കാര്യപരിപാടി വെളിപ്പെടുത്തുന്ന നിന്റെ ഭാവി ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുന്ന ആമീൻ ദൈവത്തിന്റെ ഇടപെടലുകൾ നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങളെ തീർക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോ ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആമീൻ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിക്കോ. ആമീൻ അത്ഭുതങ്ങൾ 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 ആമീൻ
ജീവിത മണ്ഡലത്തിന്റെ മേൽ ചെയ്യാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടായി. ഇന്ന് പകൽ അറിയേ ആമീൻ ഹല്ലേലൂയ. ശക്തമായൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആഴമേറിയ ദൈവിക വിടുതലുകളെ പകരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആമീൻ ഹല്ലേലൂയ അത്ഭുതകരമായ ദൈവിക ആമീൻ ഇടപെടലുകൾ ആമീൻ വ്യക്തിപരമായി ആമീൻ ഹല്ലേലൂയ ജനത്തിന് മേൽ വെളിപ്പെട്ട് നിൽക്കുമ്പോ ഇന്ന് പകൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആമീൻ പത്രോസേ ഹല്ലേലൂയ നിന്റെ ആമീൻ തലയ്ക്ക് മീതെ ആമീൻ ഒരു വാൾ തൂങ്ങിയാടുന്നു എന്ന് നീ ചിന്തിക്കുന്നുണ്ട്. ആമീൻ നാളെ നേരം വെളുത്താൽ അത് നിന്റെ കഴുത്തിൽ വീഴാനുള്ള വാളാണ്. ആമീൻ അത് നിന്റെ ആമീൻ തലയ്ക്ക് മീതെ തൂങ്ങിയാടുന്നുണ്ട്. പക്ഷേ ആമീൻ ആ വാള് അതിനെ കൃത്യം നിർവഹിക്കാൻ വേണ്ടി അവർ അപ്പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആരാച്ചാർ വരുന്നതിന് മുമ്പ് ആമീൻ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തി നിന്നെ ജനത്തിന് മുൻപാകെ കൊണ്ടു നിർത്താൻ പദ്ധതി ഇടുന്നതിന് മുമ്പ് ആമീൻ ആ പദ്ധതിക്ക് പൊളിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ആമീൻ ഇന്ന് പകൽ അറിയാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചു. ആമീൻ നിന്നെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. നിനക്കെതിരെ ചലിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ ആ സ്വാധീനങ്ങളെ പൊട്ടിച്ചു കളയുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ചിലത് നിന്റെ മുമ്പിൽ സ്വതമേ തുറക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് ആമീൻ പകൽക്കാലം ആമീൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആഴമേറിയ ദൈവിക വിടുതലുകൾ പകരപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ആമീൻ കരങ്ങളടിച്ച് ആമീൻ നമുക്കൊന്ന് സ്വീകരിക്കാം. ആമീൻ ഹല്ലേലൂയ ദൂത് സ്വീകരിക്കാം. ഇന്ന് പകൽ ചില വിടുതലുകൾ ചലിക്കുമെന്ന പകലായി ആമീൻ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകലായി ആമീൻ സ്വർഗം ചിലത് ചെയ്യേണ്ടതിന് ആമീൻ ദൈവപ്രവൃത്തിക്കായി ഇന്ന് പകൽ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ നടുവിൽ കഥാവേ ഇന്ന് ആമീൻ ഹല്ലേലൂയ ഇടപെട്ട ദൂതനായി സ്തോത്രം. കഥാവേ, ആ വചനങ്ങളെ കഥാവേ നീ അയച്ചത് വെറുതെ അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജീവിതത്തിന് മേൽ അതിന്റെ ആമീൻ വിടുതലുകൾ ചലിക്കേണ്ടതിന്, ദൈവകൃപ വെളിപ്പെടേണ്ടതിന് ഒരുപോലെ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗമെല്ലാം നന്നായി ചെയ്യും. മുഴുമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുകയാണ്. കഥാവ് എല്ലാം നന്നായി ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കഥാവ് ഇന്ന് പകലിൽ ദൂതന്റെ ചലനങ്ങൾ ചിലരുടെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. അതിന്റെ വിടുതലുകൾ ഈ മാസം തന്നെ ഞങ്ങൾ കാണും. ഈ മാസം തന്നെ ഞങ്ങൾ കാണും അതിന്റെ വിടുതലുകൾ. ഈ മാസം തന്നെ കഥാവേ 30 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആ വിടുതലുകൾ കാണും. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു കഥാവേ. ദൈവപ്രവൃത്തിക്കായിട്ട് അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നേ. Praise God. Hallelujah. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ